ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രീ എന്താണെന്നും ട്രീയുടെ കുറച്ച് പ്രോപ്പർട്ടീസും നമ്മൾ നോക്കി. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ട്രീസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. മുന്നേ കണ്ടതല്ലാതെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, let T be a tree with at least two vertices. Be a tree with at least two vertices, and let P equal to U0, U1, etc. Un be the longest path in T. Then both U0 and Un have degree 1. അതായത് ട്രീയിലെ ഏറ്റവും വലിയ പാത്ത് എടുക്കുക. U0 UN എന്ന് പറയുന്ന വെർട്ടെക്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള പാത്താണ് അതിനകത്ത് ഏറ്റവും വലിയ പാത്ത് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ വലിയ പാത്ത് അതാണെങ്കിൽ അതിൻ്റെ എൻഡ് വെർട്ടീസുകളുടെ ഡിഗ്രീസ് 1 ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ ഒരു റിസൾട്ടിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ട്രീ എടുത്താലും അതിനകത്ത് ഏറ്റവും വലിയ പാത്ത് എന്ന് പറയുന്നത് ഡിഗ്രി 1 ആയിട്ടുള്ള വെർട്ടക്സുകളെ കണക്ട് ചെയ്യുന്ന പാത്തേ വലിയ പാത്തായി വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ തിയറം എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീക്കകത്ത് വേറെ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഈ പാത്തിനേക്കാൾ ലെങ്ത് കുറവായിരിക്കണം. ഈ പാത്തിന്റെ ലെങ്ത് n ആണ്. അപ്പൊ ടീക്കകത്തിന് ഏതൊരു പാത്ത് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിഗ്രി 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ പാർട്ട് U0ന്റെ ഡിഗ്രി 1 ആണെന്ന് പ്രൂവ് ചെയ്യും. U0ന്റെ ഡിഗ്രി 1 ആണെന്ന് എങ്ങനെയാണോ പ്രൂവ് ചെയ്യുന്നത് ആ സെയിം പ്രൂഫ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും, UN-ന്റെയും പറയാം. അപ്പോൾ നമ്മൾ U0ന്റെ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ഡിഗ്രി ഓഫ് U0 ഈസ് ഗ്രേറ്റർ ദാൻ 1. U0 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് U0 എന്ന് പറയുന്ന വെർട്ടെക്സ്. അപ്പോൾ U0ഉം U1 ആ പാത്തിലുള്ളതുകൊണ്ട് U0ഉം U1ഉം എന്തായിരിക്കും, അഡ്ജസന്റ് ആയിരിക്കും. U0ഉം U1 എന്ന് പറയുന്ന വെർട്ടെക്സും എന്തായിരിക്കും, അഡ്ജസന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എഡ്ജിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് U0ന് ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. ലെറ്റ് F is equal to U0 U1 be an edge which contribute, then F contribute a 1 to degree of U0. അപ്പോൾ F എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഇതിന്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അഡ്ജസന്റ് ആയിട്ടുള്ള വേറൊരു വെർട്ടെക്സ് V എടുക്കാം. ഇതിന് അഡ്ജസന്റ് ആയിട്ടുണ്ട് എന്ത് ചെയ്യാം, ഒരു വെർട്ടെക്സ് V എടുക്കാം. അപ്പോൾ V എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, അത് അഡ്ജസന്റ് ആയി പറ്റും E എന്ന് പറയുന്ന ഒരു എഡ്ജുമായിട്ട് അങ്ങനെ ഒരു വെർട്ടെക്സ് ഉണ്ടായിരിക്കും. ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഞാൻ ഡിഗ്രി 2 ആണെന്ന് വെക്കാന്ന് വെച്ചോളൂ. അപ്പോൾ ഇതുമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 വെർട്ടെക്സ് ഉണ്ടായേ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സിൻസ് degree of U0 is greater than 1, there exists at least one vertex V such that U0 is adjacent to V. Let ആ എഡ്ജിനെ ഞാൻ E എന്ന് വിളിക്കുന്നു. U0 V എന്ന് പറയുന്ന എഡ്ജിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു, ആ എഡ്ജിനെ ഞാൻ E എന്ന് വിളിക്കുന്നു. ഇനി
ഈ വിക്ക് രണ്ട് പോസിബിലിറ്റി ആവുള്ളത്. വി എന്ന് പറഞ്ഞാൽ ഈ പാത്തിലെ ഒരു വെർട്ടെക്സ് ആയി ആവാം, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ഈ പാത്തിൽ അല്ലാതെ വരുന്ന ഒരു വെർട്ടെക്സ് ആവാം. അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. വി എന്ന് പറയുന്നത് ഈ പാത്തിൽ വരുന്ന ഒരു വെർട്ടെക്സ് ആവാം, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ഇത് ഈ പാത്തിൽ വരാത്ത ഒരു വെർട്ടെക്സ് ആവാം. അപ്പൊ ഫസ്റ്റ് സപ്പോസ് വി ഈസ് എ വെർട്ടെക്സ് ഇൻ പി. നമ്മുടെ പാത്തിലുള്ള ഒരു വെർട്ടെക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. നമ്മുടെ പാത്തിലുള്ള വെർട്ടെക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പാത്തിലുള്ള വെർട്ടെക്സ് ആണ് യുനോട്ടിനെയും യുഎന്നിനെയും കണക്ട് ചെയ്യുന്ന പാത്താണ് ഏതെന്ന് പറയുന്നത്? പി എന്ന് പറയുന്ന പാത്ത്. അപ്പോൾ ഈ പാത്തിലെ ഒരു വെർട്ടെക്സ് ആണെങ്കിൽ നമുക്ക് ഡയഗ്രാം എങ്ങനെ ഒരു യുനോട്ട് യുഎൻ, അപ്പോൾ ഈ ഒരു പാത്താണ് നമ്മുടെ പി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തെ വെർട്ടെക്സ് ആണ് ഏതെന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത്. ഈ വിയും ഇതും അഡ്ജസന്റ് ആണ്. വിയും ഈ വെർട്ടെക്സും അഡ്ജസന്റ്. ഈ പാത്തിലെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ വിയെ നമുക്ക് എങ്ങനെ എഴുതാം? യു ഐ ഫോമിൽ എഴുതാം. അപ്പോൾ എന്താ സംഭവിക്കുക? ദാണ്ട ഈ വരുന്ന ഇത് ഏതാ? ദാണ്ട ഇവിടെ യുനോട്ടിൽ തുടങ്ങി യു ഐയിൽ വന്ന് ഇനി ഈ യുനോട്ടിലേക്ക് വരുന്ന എഡ്ജ് എന്ത് ഫോം ചെയ്യും? ഒരു സൈക്കിള് ഫോം ചെയ്യും. അപ്പൊ യുവിലെ ഒരു എഡ്ജ് ആണെങ്കിൽ എന്ത് പറയാം? ദെൻ വി ഈസ് ഈക്വൽ ടു യു ഐ ഫോർ സം ഐ. വി ഈക്വൽ ടു യു ഐ ആയിരിക്കും. ദെൻ അങ്ങനെയാണ് എന്ത്? ഒരു യുനോട്ട് യു1 എക്സെട്ര യു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഐ എന്ന് പറഞ്ഞാൽ വി ആണ്, കോമ യുനോട്ട് ഫോംസ് എ സൈക്കിൾ ഇൻ ടി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതൊരു സൈക്കിൾ ഫോം ചെയ്യും. പക്ഷേ സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടി എന്ന് പറയുന്ന ട്രീ ആണ്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വി എന്ന് പറയുന്നത് ഏത് പിക്കകത്ത് ഉണ്ടാവാൻ പറ്റത്തില്ല. ഹെൻസ് വി ഡസ് നോട്ട് ബിലോങ്സ് ടു പി. വി എന്ന് പറയുന്ന വെർട്ടെക്സ് പിക്കകത്ത് ഉണ്ടാവാൻ പറ്റത്തില്ല. പിക്കകത്ത് ഇല്ലാത്ത പക്ഷം ഇനി എന്തായിരിക്കും വരിക? ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സ് പിക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിക്കകത്ത് അല്ലാതെ ട്രീക്കകത്ത് വേറൊരു പോയിന്റ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ഈ വി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പുതിയൊരു ഇവിടെ അടുത്തൊരു കണ്ടീഷൻ, സപ്പോസ് വി ഡസ് നോട്ട് ബിലോങ്സ് ടു പി. അതിനകത്ത് ഇല്ല എന്ന് വെച്ചോളൂ. ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് യുനോട്ട് ഉണ്ട്, യുനോട്ടിനെയും യുഎന്നിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്താണ് ഏതെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. ഇവിടെ ഒരു വെർട്ടെക്സ് വി ഉണ്ട്, അത് യുനോട്ടുമായിട്ട് അഡ്ജസന്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദെൻ പി യൂണിയൻ, അല്ലെങ്കിൽ ഇങ്ങനെ വി യുനോട്ട് യു1 എക്സെട്ര യുഎൻ ബി എ പാത്ത് ഇൻ ടി. അല്ലേ? ശരിയല്ലേ? ഇത് വി നോട്ട് എക്സെട്ര ഇവിടെ സം യു1 വരും. അപ്പോൾ വി യുനോട്ട് യു1 എക്സെട്ര ടു യുഎൻ ഈസ് എ പാത്ത് ഇൻ ടി ആൻഡ് ലെങ്ത് ഓഫ് ദിസ് പാത്ത് ഈസ് n+1. ഈ പാത്തിന്റെ ലെങ്ത് n+1 ആണ്. അത് വരാൻ പറ്റില്ല. കാര്യം വിച്ച് കോൺട്രഡിക്ട് അവർ അസംഷൻ ഏതാ? പി ഈസ് ദ ലോങ്സ്റ്റ് പാത്ത്. വിച്ച് കോൺട്രഡിക്ട് അവർ ചോയ്സ് ഓഫ് പി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാത്ത്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ഇവിടെ പുതിയൊരു പാത്ത് കിട്ടി. പിയേക്കാൾ വലിയ ലെങ്ത് വരുന്ന ഒരു പാത്ത് കിട്ടി. നമ്മൾ പി ആണ് ലോങ്സ്റ്റ് പാത്താണ് അസ്യൂം ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണ് വിക്കുള്ളത്. ഒന്നെങ്കിൽ പിക്കകത്ത് വരണം, നമ്മൾ എടുത്ത പാത്തിൽ വരണം, അല്ലെങ്കിൽ എന്ത് വരണം? പിക്കകത്ത് അല്ലാതെ വരണം. ഇത് രണ്ടും അല്ലാതെ ഒരു വെർട്ടെക്സ് നമുക്ക് എന്തിനകത്ത് ഉണ്ടാവാൻ പറ്റത്തില്ല? ടിക്കകത്ത് ഉണ്ടാവാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വെച്ചിട്ട് പിക്കകത്തും വരാൻ പറ്റത്തില്ല, പിക്കകത്ത് അല്ലാത്ത ഒരു വെർട്ടെക്സ് ആയിട്ടും വരാൻ പറ്റത്തില്ല. സോ
നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഒരു വെർട്ടെക്സ് വി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹെൻസ് such a vertex v does not exist in T. ഇങ്ങനെ ഒരു വെർട്ടെക്സ് v എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. which gives degree of u not equal to 1. ഡിഗ്രി ഓഫ് യു നോട്ട് എന്തായേ പറ്റൂ, അപ്പോൾ 1 ആയ, 1-നേക്കാൾ ഗ്രേറ്റർ ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആവാൻ പറ്റത്തില്ല. ഗ്രേറ്റർ ദാൻ 1 ആയാലേ ഇങ്ങനെ ഒരു വെർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഡിഗ്രി എന്താ ഗ്രേറ്റർ ദാൻ 1 ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്തായേ പറ്റൂ, 1 ആയേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലോങ്ങസ്റ്റ് പാത്തിന്റെ എൻ പോയിന്റ് യു നോട്ട് എടുത്തപ്പോൾ യു നോട്ടിന്റെ ഡിഗ്രി എന്താണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. സോ ഇതേ സെയിം ആർഗ്യുമെന്റ് നമുക്ക് എന്തിൽ ചെയ്യാം, യു എന്നിൽ ചെയ്യാം. യു എന്നിൽ ചെയ്യുമ്പോഴും ഇതുപോലെ നമുക്ക് അതിന്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 എന്നെടുത്ത് ഈ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യു എന്നിന്റെ ഡിഗ്രിയും 1 ആണെന്ന് പറയാം. സോ സിമിലർലി ഡിഗ്രി ഓഫ് യു എൻ ഈസ് ഓൾസോ ഈക്വൽ ടു 1. അപ്പോൾ ഇതിന്റെ ഡിഗ്രിയും എന്താണെന്ന് പറയാൻ പറ്റും, 1 ആണെന്ന്. യു എന്നിന്റെ ഡിഗ്രിയും 1 ആണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ലോങ്ങസ്റ്റ് ഏതൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്തുണ്ടായേ പറ്റും, ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെ. ഏതൊരു ഗ്രാഫ് എടുത്താലും അതിനകത്ത് വലിയ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ പാത്തുകൾ കുറെ ഉണ്ടെങ്കിൽ ആ പാത്തുകളുടെ മാക്സിമം എടുക്കുന്നത് വലിയ പാത്താണ്. അപ്പൊ എന്താ സംഭവിച്ചത്, ഈ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, അങ്ങനെയുള്ള പാത്ത് വലിയൊരു പാത്ത് ടിക്കകത്ത് എടുത്തു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് പാത്താണ് പി എങ്കിൽ ആ പിയുടെ എൻ പോയിന്റ്സ് എന്ത് വരണമെന്നാ പറഞ്ഞത്, ഡിഗ്രി 1 വരണമെന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു ട്രീ എടുത്താൽ അറ്റ്ലീസ്റ്റ് 1 ലോങ്ങസ്റ്റ് പാത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 എന്തുണ്ടാവും, ഒരു ലോങ്ങസ്റ്റ് പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 1 ഉണ്ടാവണം. ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസ് ഓഫ് ഡിഗ്രി 1 ഉണ്ടാവണം. ഇതിന്റെ കൊറോളറി ആയിട്ട് നമ്മൾ അടുത്ത അതാണ് പറയുന്നത്, കൊറോളറി എനി ട്രീ ടി വിത്ത് അറ്റ്ലീസ്റ്റ് 2 vertices has more than 1 vertex of degree 1. അതായത് ഏതൊരു ട്രീ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒന്നിൽ കൂടുതൽ വെർട്ടെക്സുകളുടെ ഡിഗ്രി 1 ആയിട്ടുണ്ടാകും. അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെ പറയാം, നമുക്ക് ഈ ഒരു ഏതൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ലോങ്ങസ്റ്റ് പാത്ത് ഉണ്ടാകും. അപ്പോൾ ലെറ്റ് പി ബി ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ടി, then the end vertices of P is of degree 1. ഇത് എവിടെ നിന്ന് കിട്ടുന്നേ, എബോ തിയറം നമ്മൾ മുന്നേ പ്രൂവ് ചെയ്ത, ഇതിന് തൊട്ട് മുന്നേ ചെയ്ത തിയറം വെച്ചിട്ട് ഈ എൻഡ് വെർട്ടെക്സിന്റെ ഡിഗ്രി എന്തായേ പറ്റത്തുള്ളൂ, 1 ആയേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി എന്ന് പറയുന്ന ഈ ട്രീക്കകത്ത് 2 വെർട്ടെക്സ് ഉണ്ടെന്നായി. അപ്പോൾ മോർ ദാൻ 1 വെർട്ടീസസ് ഈസ് ഓഫ് ഡിഗ്രി 1. ഒന്നിൽ കൂടുതൽ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവും, 1 ആയിട്ട് ഉണ്ടാവും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രീ ഒക്കെ പറഞ്ഞു, ട്രീക്കകത്ത് വെർട്ടീസുകൾ n വെർട്ടീസസ് ഉണ്ടെങ്കിൽ ട്രീക്ക് എത്ര എഡ്ജസ് വരെ വരാം എന്നുള്ളതാണ് നമ്മുടെ ഒരു അടുത്തൊരു റിസൾട്ട് പറയുന്നത്. അടുത്ത തിയറം, നമ്മളിപ്പോൾ വെർട്ടെക്സുകൾ നമുക്ക് n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര എഡ്ജ് വരും എന്നുള്ളതാണ്. ഇഫ് T is a tree with n vertices, then it has precisely n-1 edges. ഏത് ട്രീ എടുത്തു കഴിഞ്ഞാലും n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിന് n-1 എഡ്ജസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു ട്രീക്ക് 10 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിന് 10-1 9 എഡ്ജസ് മാത്രമേ
ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. ഇൻഡക്ഷൻ ഓൺ എൻ നമ്പർ ഓഫ് വെർട്ടെക്സിനകത്ത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. ദിസ് ക്യാൻ ബി പ്രൂവ്ഡ് യൂസിങ് ഇൻഡക്ഷൻ ഓൺ the number of vertices n. എന്നിനകത്താണ് നമ്പർ ഓഫ് വെർട്ടീസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഫോർ n ഈസ് ഈക്വൽ ടു 1, n ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, n 1 എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. അത് ട്രീ ആണെങ്കിൽ എന്താ, ദെൻ നമ്പർ ഓഫ് edges is 0, number of edges 0 ആണ്. So the result is true. അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് ശരിയാണ്. 1 എന്താ, ഒരു n 1 ആകുമ്പോൾ ഒരു വെർട്ടെക്സ് മാത്രമേ വരൂ, ഒരു വെർട്ടെക്സ് മാത്രം വരുമ്പോൾ നമ്മുടെ റിസൾട്ട് ചെയ്യുക. ഇനി നമ്മൾ അസ്യൂം ചെയ്യുക, ഇൻഡക്ഷൻ വെച്ചിട്ട് n ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് n-നേക്കാൾ ചെറുതായുള്ള എല്ലാത്തിനും ശരിയാണ്, അല്ലെ kക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് the result is true for any k is less than n. n-നേക്കാൾ ചെറുതായ ഏത് kയ്ക്കും ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ഫോർ എനി k, ഏത് k എടുത്താലും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കുള്ളത്, ഇഫ് t ഹാസ് k vertices then it has k minus 1 edges. tക്ക് k വെർട്ടെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ k minus 1 edges ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ടു പ്രൂവ് the result hold for k plus 1. ഇത് k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ അങ്ങനെയാണ് ഇൻഡക്ഷൻ ചെയ്യുന്നത്. 1 ശരിയായി, kക്ക് അസ്യൂം ചെയ്തു, ഇനി k plus 1 പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് സപ്പോസ് t has k plus 1 vertices, tക്ക് k plus 1 vertices ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നത്തെ കൊറോളറി വെച്ചിട്ട്, മുന്നത്തെ കൊറോളറി എന്താ പറയുന്നത്, tക്ക് അറ്റ്ലീസ്റ്റ് 1 വെർട്ടീസ് ഓഫ് ഡിഗ്രി 1 ഉണ്ടാകും. അപ്പോൾ ബൈ പ്രീവിയസ് കൊറോളറി t ഹാസ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 1. ഡിഗ്രി 1 ആയിട്ട് ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടാകും. ലെറ്റ് u ബി ദ വെർട്ടെക്സ്. അപ്പോൾ u എന്ന് പറയുന്നതാണ് ആ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ t എന്ന് പറയുന്ന ഒരു ഇതാണ് എൻ്റെ t. അപ്പോൾ tക്ക് അകത്തൊരു വെർട്ടെക്സ് u ഉണ്ട്. വിയുടെ ഡിഗ്രി എന്ന് പറയുന്നത്, യുവിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഞാൻ ഈ tയിൽ നിന്ന് u അങ്ങ് റിമൂവ് ചെയ്യുന്നു. കൺസിഡർ t മൈനസ് u. അപ്പോൾ ടിയിൽ നിന്ന് ഒരു വെർട്ടെക്സ് u റിമൂവ് ചെയ്യുന്നു. ടിയിൽ നിന്ന് u റിമൂവ് ചെയ്താൽ t മൈനസ് u എന്തായിരിക്കും, t മൈനസ് u ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. t മൈനസ് u എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ഗ്രാഫ് ആണ്. കാര്യം ഈ ഒരു പെൻഡന്റ് വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഡിഗ്രി 1 ആയിട്ടുള്ള വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താവത്തില്ല, ഒരിക്കലും ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവാൻ പറ്റത്തില്ല. സോ എന്ത് സംഭവിച്ചേ പറ്റൂ, അത് കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഇനി ടി മൈനസ് യുവിനകത്ത് സൈക്കിൾ ഉണ്ടാവാൻ പറ്റൂ. ടി മൈനസ് യുവിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ടീക്കകത്ത സൈക്കിൾ ആയിരിക്കും. ഇപ്പൊ ടി ട്രീ ആയതുകൊണ്ട് ടി മൈനസ് യുവിനകത്ത് സൈക്കിൾ ഇല്ല. ആൻഡ് ടി മൈനസ് യു ഈസ് എ സൈക്ലിക്. ടി മൈനസ് യു എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്, എസൈക്ലിക് ആണ്. ദാറ്റ് ഈസ് ടി മൈനസ് യു ഈസ് എ ട്രീ. ടി മൈനസ് യു എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രീ ആണ്. ടി മൈനസ് യു എന്ന് പറയുന്ന ഒരു ട്രീ ആണ് വിച്ച് ഹാസ്
k vertices. Which has k vertices. T minus uവിന് k വെർട്ടെക്സുകളെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഡക്റ്റീവ് അസംഷൻ വെച്ചിട്ട് then T minus u has k minus 1 edges. T minus uവിന് k minus 1 എന്തേ ഉണ്ടാവാൻ പറ്റുള്ളൂ? എഡ്ജസേ ഉണ്ടാവാൻ പറ്റുള്ളൂ. T minus uവിന് k എഡ്ജസേ ഉള്ളെങ്കിൽ T എന്ന് പറയുന്നത് എന്താ? T minus u യൂണിയൻ യു എന്ന് പറയുന്ന എഡ്ജും കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സും കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടി എന്ന് പറയുന്നത്. ഇനി യു എന്ന് പറയുന്നത് വെർട്ടെക്സ് എത്ര എഡ്ജ് ആയിട്ട് അഡ്ജസന്റ് ആയിരിക്കും? യു എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 1 ആണ്. അത് ഒരു എഡ്ജുമായിട്ടേ അഡ്ജസന്റ് ആവാൻ പറ്റുള്ളൂ. ഓൾസോ ടി ഈക്വൽ ടു ടി മൈനസ് യു യൂണിയൻ യു ആൻഡ് u is incident with only one edge. കാര്യം എന്താ? ഒരു എഡ്ജിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി 1 ആവാൻ പറ്റത്തില്ല. അപ്പൊ u എന്ന് പറയുന്നത് ഇൻസിഡന്റ് ഓൺലി 1 എഡ്ജ് ആയേ പറ്റൂ. then t has k minus 1 plus 1 edges. k minus t ഇതിന് k minus 1 എഡ്ജസ് ഉണ്ട്. ഇത് ഒരു എഡ്ജും കൂടെ തരും. അപ്പോൾ k minus 1 plus 1 എഡ്ജസ് ഉണ്ട്. which implies t has k edges. അപ്പോൾ എന്താ ടിക്ക് k plus 1 വെർട്ടെക്സ് ഉണ്ട്. k plus 1 വെർട്ടെക്സ് ഉള്ളപ്പോൾ അതിന് എത്ര എഡ്ജേ ഉണ്ടാവുള്ളൂ? k എഡ്ജസേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ mathematical induction, if t has n vertices, then it has n minus 1 edges. ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മളൊരു പ്രൂഫ് പറഞ്ഞതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള പ്രൂഫ് ഒന്നുമല്ല. n 1 ആകുമ്പോൾ ഒരു വെർട്ടെക്സേ ഉള്ളൂ. ഓക്കെ, ഇനി കെക്ക് അസ്യൂം ചെയ്യുന്നു, k plus 1 പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു റിസൾട്ട് നമ്മൾ കുറച്ചും കൂടെ ജനറലൈസ് ചെയ്യുക. അടുത്ത തിയറം, let G be an acyclic graph with n vertices and k connected components. Then G has n minus k edges. അതായത് നമ്മുടെ ഗ്രാഫ് ജി എന്ന് പറയുന്ന എസൈക്ലിക് ഗ്രാഫാണ്. n വെർട്ടെക്സ് ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് n വെർട്ടെക്സ് ഉണ്ട്. അതിന് k കമ്പോണൻസ് ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് നമ്പർ ഓഫ് കമ്പോണൻസ് ഒമേഗ ഓഫ് ജി, അത് k ആണ്. k കമ്പോണൻസ് ഉണ്ട്. അങ്ങനെയാണ് ജിക്ക് n മൈനസ് k എഡ്ജസ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുക്കുന്നു. ജിക്ക് സപ്പോസ് n കമ്പോണൻസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. k കമ്പോണൻസ്. ആ കമ്പോണൻസിനെ ഞാൻ C1, C2 എക്സെട്ര Ck എന്ന് ലേബൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോ ലെറ്റ് C1, C2 എക്സെട്ര Ck ആർ ദ കമ്പോണൻസ് ഓഫ് ജി. ജിയുടെ കമ്പോണൻസ് ആണ്. ഈ C1-നകത്ത് n1 വെർട്ടെക്സ് ഉണ്ട്, C2-നകത്ത് n2 വെർട്ടെക്സ് ഉണ്ട്, എക്സെട്ര അപ് ടു Ck-ക്കകത്ത് nk വെർട്ടെക്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ലെറ്റ് നമ്പർ ഓഫ് വെർട്ടീസസ് ഇൻ Ci ഈസ് ni for I equal to 1, 2, etc. k. C1-ന്റെ വെർട്ടെക്സ് n1 ആണ്, C2-ന്റെ വെർട്ടെക്സ് n2 ആണ്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് nk എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ there are n വെർട്ടീസസ്. അപ്പോൾ n വെർട്ടെക്സ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇനി ലെറ്റ് Zi be any component, ഏതോ ഒരു കമ്പോണന്റ് ആണ്. then Ci is connected and acyclic.
നമ്മുടെ ഡെഫിനേഷൻ വെച്ചിട്ട് ജി എസൈക്ലിക് ആണ്. ജി എസൈക്ലിക് ആണെന്ന് പറഞ്ഞാൽ ഒരു കമ്പോണന്റും എന്താവാൻ പാടില്ല, സൈക്ലിക് ആവാൻ പാടില്ല. സോ എല്ലാ കമ്പോണൻസും എസൈക്ലിക് ആണ്. സി ഐ ഏത് കമ്പോണന്റ് സി ഐ എടുത്താലും അത് എസൈക്ലിക് ആണ്. പിന്നെ നമ്മൾ കണക്റ്റഡ് കമ്പോണൻസ് ആണ് കെ എന്നും. കെ കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ കമ്പോണൻസ് വേണേൽ കണക്റ്റഡ് എന്ന് എഴുതാം, കണക്റ്റഡ് കമ്പോണൻസ് എന്ന് എഴുതാം. അപ്പോൾ സി ഐ എസൈക്ലിക് ആണ്, കണക്റ്റഡും ആണ്. ദെൻ ഈച്ച് സി ഐ ഈസ് എ ട്രീ. എല്ലാ സി ഐകളും ട്രീകളാണ്. ദെൻ ഈച്ച് സി ഐ ഹാസ് ni-1 എഡ്ജസ്. ശരിയല്ലേ? ഇതൊരു ട്രീ ആണ്, ഇത് ട്രീ ആണ്, ഇത് ട്രീ ആണ്. n1 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ തിയറം വെച്ച് n1-1 എഡ്ജസ്, n2-1 എഡ്ജസ്, ഹിയർ nk-1 എഡ്ജസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് edges of G equal to number of edges of Z1 plus number of edges of C2 plus number of edges of CK. എല്ലാം കൂടി കൂട്ടിയാൽ മതി. C1 എത്ര? n1-1 plus n2-1 plus etc plus nk-1, that is equal to n1 plus n2 plus etc plus nk minus 1 plus 1 plus etc plus 1. Here this is k times. k ones വരും. അപ്പോൾ k times. ഇത് സമ്മപ്പ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ സം എന്ന് പറയുന്നത് നമുക്ക് എന്താ? n ആണ്. സോ n minus k. So there are n minus k edges. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ജി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ്, ജി എന്ന് പറയുന്നത് കെ കമ്പോണന്റോട് കൂടിയ ഒരു ഗ്രാഫാണ് വിത്ത് നോ സൈക്കിൾസ്. ജിക്കകത്ത് ഒരു സൈക്കിൾസും ഇല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി ഈസ് n-k. ഓർ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ യൂണിയൻ ഓഫ് ട്രീസ്. ഒരു ജിയെ എങ്ങനെ യൂണിയൻ ഓഫ് ട്രീസ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ട്രീകളുടെ കൂട്ടത്തെ നമ്മളൊരു പേര് വിളിക്കും, ഫോറസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ജി എന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയാം. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ട്രീകളുടെ യൂണിയൻ ആണ്. സോ ജി എന്ന് പറയുന്ന ഗ്രാഫ്, ആ ടൈപ്പ് ഗ്രാഫുകളെ നമ്മൾ ഒരു പേര് വിളിക്കും, അതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്.